പഠനത്തിന്റെ പേരിലുള്ള നിരന്തര അവഹേളനങ്ങളും മാനസിക ശിക്ഷയും ഒരു കൗമാരക്കാരിയുടെ ജീവൻ എടുത്തിരിക്കുന്നു എന്നാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തു നിന്ന് വന്ന വാർത്തയിൽ നിന്ന് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ആശിർ നന്ദ എന്ന 14-കാരി ജീവൻ ഒടുക്കിയപ്പോഴാണ് പക്ഷെ മറ്റ് രക്ഷിതാക്കൾക്കും തിരിച്ചറിവുണ്ടായത്. ഉയർന്ന ഫീസ് നൽകി പഠിക്കാനായി സ്കൂളുകളിലേക്ക് അയക്കുന്ന നമ്മുടെ കുട്ടികൾ സമാധാനത്തോടെയാണോ അവിടെ ഇരിക്കുന്നത്? കുഞ്ഞു പ്രായത്തിൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം രക്ഷിതാക്കൾ അറിയുന്നുണ്ടോ? ആദ്യം RDX റാപ്പ് കണ്ടുവരാം. ഇന്നും SFIയും AISFും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. SFIയുടെ മാർച്ച് പോലീസ് തടഞ്ഞതിന് പിന്നാലെ സംഘർഷമുണ്ടായി. PTA യോഗത്തിൽ സ്കൂളിനെതിരെ രക്ഷിതാക്കൾ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ആശിർ നന്ദയുടെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ആശിർ നന്ദ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിരുന്നതായി സുഹൃത്ത് വെളിപ്പെടുത്തിയത്. 5 അധ്യാപകരുടെ പേരുകളാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളതെന്ന് സുഹൃത്ത് പറഞ്ഞു. സംഭവത്തിൽ ആരോപണ വിധേയരായ സ്കൂൾ പ്രിൻസിപ്പൽ OP ജോയ്സി, അധ്യാപകരായ സ്റ്റെല്ല ബാബു, AT തങ്കം എന്നിവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇന്ന് അമ്പിളി, അർച്ചന എന്നീ അധ്യാപകരെയും പുറത്താക്കി. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ കുട്ടികളെ അധ്യാപകർ കഠിനമായ മാനസിക പീഡനത്തിന് ഇരയാക്കിയിരുന്നുവെന്ന് സ്കൂളിലെ കൂടുതൽ കുട്ടികൾ വെളിപ്പെടുത്തി. വിദ്യാർത്ഥി സംഘടനകളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തിനൊടുവിൽ സമീപനങ്ങളിൽ മാറ്റം വരുത്താമെന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് നൽകുന്ന ഉറപ്പ്. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്തായാലും കേരളത്തിന് തീരാ നോവായി ആശിർ നന്ദ. ജൂൺ 24-നാണ് ആശിർ നന്ദയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ആശിഷ് നന്ദ. ആരോപണവുമായി രക്ഷിതാക്കൾ പിന്നീട് രംഗത്തെത്തി. സ്കൂൾ നടത്തിയ പരീക്ഷയിൽ ആശിർ നന്ദയ്ക്ക് 1.5 മാർക്ക് കുറഞ്ഞിരുന്നു. മാർക്ക് കുറഞ്ഞപ്പോൾ ആശിർ നന്ദയെ അധ്യാപകർ ക്ലാസ് മാറ്റിയിരുത്തി. ആവർത്തിച്ചാൽ 8ാം ക്ലാസ്സിലേക്ക് തിരികെ ഇരുത്താൻ സമ്മതം ഒപ്പിട്ടു വാങ്ങി. ഇതിൽ ആശിർ നന്ദയ്ക്ക് കടുത്ത മാനസിക വിഷമം ഉണ്ടായിരുന്നതായി രക്ഷിതാക്കൾ പറയുന്നു. എന്നാൽ ഈ നടപടിയെ ന്യായീകരിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തത്. ക്ലാസ് വിഭജനം വിദ്യാഭ്യാസ ഉന്നമനത്തിനും സാമൂഹിക ബന്ധം ഉറപ്പിക്കാനും ആണ് എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. രക്ഷിതാക്കളുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ക്ലാസ് വിഭജനം. മരിച്ച വിദ്യാർത്ഥി ക്ലാസ്സിലെ മികച്ച കുട്ടികളിൽ ഒരാളായിരുന്നു. എല്ലാ അധ്യാപകരും കുട്ടികളുമായി സൗഹാർദ്ദപരമായി ഇടപെടുന്നവരാണ് എന്നുമാണ് മാനേജ്മെന്റ് പറഞ്ഞത്. സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആശിർ നന്ദയുടെ കുടുംബം രംഗത്തെത്തി. മാർക്ക് കുറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ നിന്ന് 8ലേക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ ആശിർ നന്ദയിൽ നിന്ന് എഴുതി വാങ്ങിയെന്നും കുടുംബത്തിന്റെ ആരോപണമായി തന്നെ പിന്നീട് കാര്യങ്ങൾ പുറത്തു വന്നു. നമുക്കതിരിക്കും എഴുതി വെച്ച് പാരൻസ് ഒപ്പിട്ട് തരണമെന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റർ തരാം, പക്ഷേ അത് നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്കൂളിൻ്റെ നടപടി, അത് സ്വീകരിക്കാമെന്ന് എഴുതിയിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, 8ാം ക്ലാസ്സിൽ തന്നെ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞിട്ട് എഴുതി തരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത എക്സാമിന് മാർക്കെല്ലാം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ടീച്ചർ അവളെ ക്ലാസ് ടീച്ചറെ വിളിച്ചായിരുന്നു. കുഴപ്പമില്ല, നല്ലതാണ് എന്നെല്ലാം പറഞ്ഞ് വിളിച്ചായിരുന്നു. ഫ്രണ്ട്സിന് നഷ്ടപ്പെട്ട ആ ഒരൊറ്റ വിഷമാണ് എൻ്റെ കുഞ്ഞിനെ ഇവിടേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അവസാനത്തെ ഈ അവരെ ഷഫ്ലിംഗ് ആണ് അവളെ ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ജീവനൊടുക്കിയ വിദ്യാർത്ഥിനി ആശിർ നന്ദയുടേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സുഹൃത്താണ് കത്ത് നൽകിയത് എന്ന് പോലീസ് വിശദീകരിച്ചു. ചില അധ്യാപകർ പീഡിപ്പിക്കുന്നതായി ആശിർ നന്ദ പറഞ്ഞിരുന്നുവെന്നും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആശിർ നന്ദ എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടിൻ്റെ ബുക്കിൽ ബാക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അവളുടെ ഫ്രണ്ടിന് ഇത് അറിയില്ലായിരുന്നു. അവൾ നോക്കുമ്പോഴാണ് കണ്ടത്. പിന്നെ ചില ടീച്ചറൊക്കെ കൊല്ലണം എന്നാണ് പറഞ്ഞു. അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളെ ഫിസിക്കലി മെൻ്റലി ഭയങ്കര ടോർച്ചറിങ് ആണ്. അവൾക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സും പോയി പാരൻസിൻ്റെ സൈഡിൽ നിന്നും പ്രഷർ ഉണ്ടാവുമല്ലോ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സല്ല, സ്റ്റെല്ല ടീച്ചർ മോട്ടിവേറ്റ് അല്ല ചെയ്യുക, ഡീമോട്ടിവേറ്റ് ആണ് ചെയ്യുക. ആ ക്ലാസ്സിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ലെസ് സ്കോറേഴ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ കണ്ടപ്പോൾ സാറിന് കൊടുക്കുകയാണ് ചെയ്തത്, പോലീസ് സാറിന്. ആശിർ നന്ദ മരിക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? ഇന്നലെയാണ് ഞങ്ങൾ അറിയണത്. ഇന്നലെ ഇന്ന് സ്കൂളിൽ നടന്ന PTA യോഗത്തിൽ രക്ഷിതാക്കൾ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. ക്ലാസ് തുടങ്ങി 2ാം മാസം വെച്ച PA1 അതിന്റെ മുമ്പേ ക്ലാസ് ടെസ്റ്റ് നടത്തിയതിന്റെ പേരിലുണ്ടായ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഞാൻ സ്വമേധയാ 8th സ്റ്റാൻഡേർഡിലേക്ക് ഡീപ്രൊമോട്ട് ചെയ്യാൻ സമ്മതനാണെന്ന് 9ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ടഡ് ആയ
റെപ്രസെന്റ് ചെയ്ത് വന്ന ഇവിടെ പേരന്റോ ഗാർഡിയനോ വന്നാൽ അവരെ കാണാൻ ഒന്നുകിൽ റണ്ണിങ്ങിലുള്ള പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അവർക്ക് പകരം ഇല്ലാത്ത ഒരാൾ എപ്പോഴും സീറ്റിൽ അവൈലബിൾ ആണോ ഇല്ലേ ഉണ്ടാവോ എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ട് അടുത്ത കാര്യം പറയുന്നത്. എന്തായാലും ഏറെ സങ്കടകരമായ അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടായത്. ഇതിൻ്റെ വിശദാംശങ്ങളും വിശകലനങ്ങളും ഒക്കെയായി അജിത് ബാബു ചെയ്യുന്നുണ്ട്. അജിത് ബാബുവാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അജിത്ത്, ഈ ഒരു സാഹചര്യം, ഈ ഒരു അവസ്ഥയിലേക്ക് ആശിർ നന്ദയെ കൊണ്ടുചെന്ന് എത്തിച്ച സാഹചര്യം ആ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അജിത്തിന് ബോധ്യപ്പെട്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഹർഷൻ, പൂർണ്ണമായും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ആ സ്കൂളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേ അതിനുശേഷം അവിടുത്തെ മുൻ വിദ്യാർത്ഥികളോടും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും ഒക്കെ സംസാരിച്ചപ്പോഴാണ് അവർക്കെല്ലാം സമാനമായ അനുഭവം ഉണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികൾ പറയുന്നത്, അവരെ നമ്മളോട് ക്യാമറയ്ക്ക് മുമ്പിലും അല്ലാതെയുമായൊക്കെ പറയുന്ന വിവരങ്ങൾ, മുഖത്തടിച്ച അടി ഏറ്റ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള മാനസികമായ സ്ട്രെസ്സ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അത് മറ്റ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന സാഹചര്യം. ഈ സ്കൂളിലെ ഷൂ ഉണ്ട്, ആ ഷൂ ഇടാതെ വന്നാൽ ആ ദിവസം മുഴുവൻ ചെരുപ്പിടാതെ നടക്കേണ്ടി വരുന്ന സാഹചര്യം. കഴുത്തിലെ ടാഗ് തിരിഞ്ഞു പോയാൽ അതിന് പണിഷ്മെൻ്റ് ലഭിക്കുന്ന സാഹചര്യം. അങ്ങനെ വലിയ തരത്തിലുള്ള മാനസിക സ്ട്രെസ്സാണ് കുട്ടികൾക്ക് നൽകിയിരുന്നത്. ഇതെല്ലാം പറയുമ്പോൾ ഇവർ പറയുന്നത് എല്ലാ അധ്യാപകരും അത്തരത്തിലുള്ള സമീപനമുള്ളവരല്ല. ഒരു വിഭാഗം അധ്യാപകരാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം നടത്തുന്നത്. പക്ഷേ അതിന് പരാതി പറയാൻ പോലുമുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് രക്ഷകർത്താക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അവർ നിരന്തരം ഒറ്റയ്ക്ക് ഈ സ്കൂളിലെത്തി പരാതി പറയാൻ ശ്രമിക്കുമ്പോൾ പ്രിൻസിപ്പളിനെ കാണാൻ കഴിയില്ല. അവിടെ പരാതി പറയാൻ ഒരു PTA സംവിധാനമില്ല. കഴിഞ്ഞ വർഷം ആകെ 2 തവണയാണ് PTA യോഗം ചേർന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള സമീപനങ്ങളാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. മാത്രമല്ല, നമുക്കറിയാം സ്കൂളുകളിലൊക്കെ പരാതി പറയാൻ വേണ്ടി ഫോറംസ് ഒക്കെ ഉള്ള കാലമാണിത്. പക്ഷേ ഒരു കൗൺസിലറുള്ള കാലമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പ്രവർത്തിച്ചതായി യാതൊന്നുമില്ല എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. അവരുടെ ആശങ്കകൾ കേൾക്കാൻ പോലും ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു അധ്യാപികയോട് പോലും കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നു. അതുതന്നെയാണ് ഈ സാഹചര്യം ഒറ്റപ്പെട്ടതല്ല എന്ന് പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രമല്ല, അവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഇത് തുറന്ന് പറയുന്നത് നമുക്കറിയാം. ക്യാമറയ്ക്ക് മുമ്പിൽ ചെറിയ കുട്ടികളാണ്. അവരിത് തുറന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള വിഷമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം ആശിർ നന്ദ എന്ന് പറയുന്നത് ഒരു കുട്ടി മാത്രമല്ല, അവരെല്ലാമാണെന്ന് അവർ കരുതുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നത്. പൂർണ്ണമായും ഈ കാര്യത്തിൽ വലിയ തരത്തിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നടക്കുന്ന കാര്യമായി നമ്മൾ വിലയിരുത്തേണ്ടതുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു പൊതു സമീപനത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും ഈ കുട്ടികൾ പഠിക്കുക മാത്രം ചെയ്യേണ്ട ആളുകളാണ് എന്ന് കരുതുന്ന ഒരു പൊതു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. മറ്റ് ആക്ടിവിറ്റികളൊന്നും കുട്ടികൾക്ക് പ്രാധാന്യമുള്ള. അതിനകത്ത് ഈ സ്കൂള് ഈ നിലയ്ക്ക് എത്രയോ നാളുകളായി ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ഈ രീതിയിൽ തന്നെ തുടരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി, ഇപ്പോൾ അജിത്ത് പറഞ്ഞു ഇതൊരു പൊതു സമീപനത്തിൻ്റെ പ്രശ്നമാണെന്ന്. ആ പൊതു സമീപനം എന്നത് കേരളത്തിലെമ്പാടും വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പീഡനത്തിൻ്റെ മറ്റൊരു പേര് കൂടിയാണല്ലോ. കാരണം അത് ഈ രക്ഷകർത്താക്കളും ഈ ഒരു സമീപനം തന്നെയാണല്ലോ സ്വീകരിക്കുന്നത് പൊതുവെ. അതായത് ഇവർ പഠിക്കുക എന്നത് മാത്രമാണ് ഈ ഉത്തരവാദിത്വം. തീർച്ചയായും വിദ്യാർത്ഥികൾ പഠിക്കുക തന്നെ വേണം. പക്ഷേ അതിനപ്പുറത്ത് ഇവരെ ആ പഠനത്തിന് വേണ്ടി ഈ മട്ടിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ പഠിച്ചെത്തിയില്ലെങ്കിൽ ഇങ്ങനെ പീഡിപ്പിച്ചായാലും പഠിപ്പിച്ചെടുക്കണമെന്ന് സ്കൂളുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷകർത്താക്കളുടെ സമീപനം കൂടി ഇതിൻ്റെ കാരണമാണ്. അതിപ്പോൾ നമ്മൾ പറയുന്നതിന് നമ്മൾ മറച്ച് വെക്കേണ്ടതോ അത് ബുദ്ധിമുട്ടേണ്ടതോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹർഷൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇന്ന് ഇവിടെ പല രക്ഷകർത്താക്കളും പറഞ്ഞ ഒരു കാര്യം, ആശിർ നന്ദ അനുഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ചെറിയ പ്രായമാണ്, നമുക്കറിയാം. 9ാം ക്ലാസ്സിലേക്ക് ജയിക്കുന്ന ആ നിമിഷമൊക്കെ വളരെ സന്തോഷകരമായിരിക്കും. 9ാം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം സ്കൂൾ തുടങ്ങിയിട്ട് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനിടയിൽ 2 പരീക്ഷകൾ നടന്നു. ആ 2 പരീക്ഷകളിൽ 1ാമത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ എഴുതി വാങ്ങിക്കുകയാണ്. അതായത് ഇനി മാർക്ക് കുറയുകയാണെങ്കിൽ 8ാം ക്ലാസ്സിൽ തന്നെ പോയി ഇരിക്കണമെന്ന് എഴുതി തരണമെന്ന് പറയുകയാണ്. എന്നിട്ട് അതിന് രക്ഷകർത്താക്കൾ ഒപ്പിട്ട് നൽകണം. അങ്ങനെ അവിടെ അത് സൂക്ഷിക്കും. അത് ആശിർ നന്ദയിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് വിദ്യാർത്ഥികളിൽ നിന്ന്, മാർക്ക് കുറയുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അത് എഴുതി വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരുടെ മാനസികാവസ്ഥ എത്രമാത്രം പരിതാപകരമായിരിക്കും, കുട്ടികളെ അത് എങ്ങനെ ബാധിക്കും, ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും വിദ്യാഭ്യാസം ആവശ്യമായ ഒരു കാലമാണിത്. പ്രത്യേകിച്ചും നമ്മുടെ പൊതുസമൂഹത്തിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന്
ഒരുപാട് മാനങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ക്രിയാത്മകമായ ചിന്തകളുമൊക്കെ ഉണ്ടാകുന്ന കാലത്താണ് ഇത്തരത്തിൽ പുസ്തകം മാത്രം പഠിക്കേണ്ട ലോകത്താണ് വിദ്യാർത്ഥികൾ ജീവിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഒരു ലോകവും നിങ്ങൾക്ക് മുമ്പിലില്ല എന്നവരോട് പറയുന്നത്. പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികളോടൊക്കെ തന്നെ അവരുടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹർഷൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുടനീളം നടക്കുന്ന വലിയ തരത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. പല സ്കൂളുകളിലും ഇത്തരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുട്ടികൾക്ക് അവർക്ക് വലിയ പ്രഷർ കൊടുക്കുകയാണ്, മാർക്ക് വാങ്ങാനായി, കോമ്പറ്റീറ്റ് ചെയ്യാനായി വലിയ പ്രഷർ കൊടുക്കുകയാണ്. അത് ഈ സ്കൂളുകളുടെ മത്സര ഓട്ടം, ബസ്സുകളുടെയൊക്കെ മത്സര ഓട്ടം എന്ന് പറയുന്ന പോലെ അവസാനം ഒരു ഫ്ലെക്സ് വെക്കുമ്പോൾ എല്ലാം A+ ആയ കുട്ടികൾ എന്ന് പറയാൻ 100% വിജയമെന്ന് പറയാനുള്ള ഒരു മത്സര ഓട്ടത്തിന് വേണ്ടി കുട്ടികളെ തയ്യാറെടുപ്പിക്കുകയാണ്. ആ മത്സര ഓട്ടത്തിൽ വീണു പോകുന്നവരെ കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. അവർ വീണു പോയാലും പ്രശ്നമില്ലെന്ന് കരുതുന്ന മാനസികാവസ്ഥയിലാണ് അവിടുത്തെ അധ്യാപകരും മാനേജ്മെന്റും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ പൂർണ്ണമായും ഒരു പ്രഷർ ബോംബിന്റെ പുറത്ത് ആണ് അവർ നിർത്തുന്നത്. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം. ചില വിദ്യാർത്ഥികൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ജീവനില്ലാതെയാകുന്നു. അതിനോടൊപ്പം തന്നെ ഹർഷൻ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ ഇടപെടലാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു സമഗ്രമായ മാറ്റത്തിലേക്ക് വഴിവെച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ 5 അധ്യാപകരെ പുറത്താക്കിയതിൽ വിദ്യാർത്ഥി സംഘടനകൾ, പ്രത്യേകിച്ച് SFI, ASF, MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് സജീവമായ രംഗത്തുണ്ടായിരുന്നു. അവരുടെ ഇടപെടൽ കൊണ്ടുകൂടിയാണ് ഈ 5 അധ്യാപകരെ പുറത്താക്കുന്ന രീതിയിലേക്കെങ്കിലും മാനേജ്മെന്റ് മാറുന്നത്. അതോടൊപ്പം തന്നെ പുതിയ PTA തിരഞ്ഞെടുക്കുന്നതിൽ രക്ഷകർത്താക്കളെല്ലാം ഒരുമിച്ച് നിൽക്കാൻ ഇതൊരു കാരണം കൂടിയായി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. PTAയുടെ ഭാഗത്ത് നിന്ന് പുതിയ പ്രതീക്ഷയോടെ ഈ സ്കൂളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുറക്കും. അവിടെ വെച്ചിട്ട് ഈ സമീപനങ്ങളിലെല്ലാം മാറ്റം ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു സംവിധാനം ഉണ്ടാകും. രക്ഷകർത്താക്കൾക്ക് പ്രിൻസിപ്പലിനെ കാണാൻ സൗകര്യം ഉണ്ടാകും. മാത്രമല്ല പരാതി പറയാൻ ഒരു സംവിധാനം ഉണ്ടാകും എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചെടുക്കാൻ ആകില്ല. ആ കുടുംബത്തിന്റെ നഷ്ടവും തിരിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ലോകത്തെല്ലായിടത്തും എന്ന പോലെ മരണത്തിൽ നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഹർഷൻ, തീർച്ചയായും എന്തായാലും ഇത് ഒരു സ്കൂളിൽ വേണ്ട സംവിധാനങ്ങളാണ്. ഇപ്പോൾ PTA ആയിക്കോട്ടെ, അല്ലെങ്കിൽ രക്ഷകർത്താക്കളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമായിക്കോട്ടെ, അത്തരം ഫോറങ്ങളായിക്കോട്ടെ, കുട്ടികളുടെ സങ്കടങ്ങൾ പറയാനുള്ള ഒരു സൗകര്യമായിക്കോട്ടെ, ഇതൊക്കെ ഒരു സ്കൂളിൽ തീർച്ചയായും വേണ്ടതാണ്. പക്ഷേ ഇതൊട്ടും ഒരു ആധുനികമായ ഒരു പരിഷ്കൃതമായ ചിന്ത ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൂടിയാണ് എന്ന് തന്നെ വേണം കരുതാൻ. സ്വന്തം ടീച്ചർക്കെതിരെ പകയും സങ്കടവും കുതിരുന്ന വാക്കുകളിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ഒരു 9ാം ക്ലാസ്സുകാരി ജീവൻ ഒടുക്കിയെങ്കിൽ അവൾ കടന്നുപോയ മാനസികാവസ്ഥ നമ്മൾ അറിഞ്ഞതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിരിക്കും. മാർക്ക് കുറയുന്നതും പരീക്ഷയിൽ തോൽക്കുന്നതുമൊക്കെ ജീവിതത്തിൽ അവസാനമല്ല എന്ന് ഇനി നിങ്ങൾക്ക് എന്നാണ് ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ കഴിയുക എന്നതുകൂടിയാണ് പ്രശ്നം. എന്നാണ് നമ്മുടെ സ്വകാര്യ സ്കൂളുകളുടെ ബോധനശാസ്ത്രത്തിന് ചുവന്ന വട്ടത്തിനകത്ത് എഴുതിയ വെറും മാർക്കുകൾക്കപ്പുറം കുട്ടികളെ കാണാനാവുക? കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിലും അവർ ജീവൻ ഒടുക്കുന്നതിന് അധ്യാപകരെ നിങ്ങൾ കാരണമാവാതിരിക്കുക. ഇനി മാതാപിതാക്കളോടാണ്. കുട്ടികളെ ഈ മട്ടിൽ കുട്ടികളെ വിധിക്കുന്നത് മാത്രം കേൾക്കാതെ നമ്മുടെ മക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി കേട്ട് അവർക്കൊപ്പം നിൽക്കാൻ കൂടി ശ്രമിക്കണം. ആശ്രിതയുടെ അനുഭവം ആവർത്തിക്കാതിരിക്കട്ടെ. അവളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും കൊച്ചു കൂട്ടുകാർക്കും സ്വാസ്ഥ്യം കിട്ടട്ടെ എന്ന് RDX ആഗ്രഹിക്കുന്നു. ഒരിടവേളയിലേക്ക്.